ഹലോ ഹലോ ആരാ? ഏ അന്നമ്മ ചേച്ചിയാ? നിങ്ങളാരാ? ആ കൊടുക്കണോ അന്നമ്മ ചേച്ചിക്കോ? ആ ആ ശരി, ഇപ്പോൾ കൊടുക്കാട്ടോ. ഹലോ, ആ എനിക്ക് മനസ്സിലായില്ല. ഇത് ഞാനാടി. ഏ ഇത് ഞാനാണ്, നിന്റെ കെട്ടിയോൻ. എന്റെ ഈശോയെ, ഇത് അച്ചായനല്ലേ? ആ വർഗീസ് ഇച്ചായൻ. അച്ചായ ഇതിപ്പോ എവിടെയാണ്? ആ ഞാൻ കണ്ടുപിടിച്ചടി. ആ എന്റെ ദൈവമേ, അയ്യോ, എനിക്ക് സന്തോഷം കൊണ്ട് എന്താണെന്ന് അറിഞ്ഞൂടെ പറയേണ്ടത്. എനിക്ക് ആദ്യം മനസ്സിലായില്ലല്ലോ അച്ചായ. അച്ചായനിപ്പോ എവിടെയാണ്? ആ ഞാനിവിടെ ദേ ഒരു വൃദ്ധസദനത്തിലല്ലേ, കട്ടപ്പനയില്. അവിടെയാണോ? ആ ഇവിടെയല്ലേ നമ്മുടെ മൂത്ത മോൻ എന്നെ കൊണ്ട് ആക്കിയിട്ട് പോയത്. ആ, ഞാൻ ആലപ്പുഴയിലാണ്. ആ ഞാൻ കണ്ടുപിടിച്ചടി, നീ എവിടെയാണെന്നല്ലേ, അതല്ലേ ഇപ്പൊ ഫോൺ ചെയ്തത്. അച്ചായ സുഖാണോ? ആ ഇവിടെ ഒരു വിധമൊക്കെ സുഖമാണ്, അങ്ങനെ പോണ്. ആ, സുഖമല്ലേ അവിടെ? ഇവിടെ കുറെ പേരുണ്ടല്ലോ, അപ്പൊ എല്ലാവരും കൂടി ഇരിക്കുമ്പോ വലിയ സന്തോഷമാണ്. ആ അതൊക്കെ തന്നെ ഇവിടെയും. ആ പിന്നെ ഒറ്റക്കാകുമ്പോ അച്ചായ വിഷമോ, അച്ചായനെ കാണാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു വിഷമം. ആ അപ്പോഴാണ് നമുക്ക് സങ്കടമൊക്കെ വന്നത്. അതെ. നീ ഓർക്കണ്ടാടി, ഏ നമ്മള് പാർക്കിലിരിക്കുമ്പോഴേ ആ ആ ഞാൻ വെറുതെ നിന്നെ ഒന്ന് ചേർത്ത് പിടിച്ച്. പോച്ചേ, ഒരു പോലീസുകാരൻ വന്ന് നമ്മളെ പിടിച്ചില്ലേ? ഓർമ്മയില്ലേ നിനക്ക്? അച്ചായൻ അതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കണം. അതൊക്കെ എങ്ങനെ മറക്കാനാണ്, ഇപ്പോഴും ഇടയ്ക്കൊക്കെ ഓർക്കും. ആ, ആ എന്തൊക്കെ സന്തോഷത്തിൽ ജീവിച്ചു പോയതാണ് നമ്മൾ. നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് വളർത്തിയതാ മക്കളെ അല്ലേ? നമ്മുടെ പിള്ളേര് എന്തോ ഒരു സ്നേഹത്തില്. എന്നിട്ട് അവരെന്താ നമ്മളോട് ഇങ്ങനെ കാണിച്ചത്? നമ്മൾ ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, ആർക്കും. എന്ത് ചെയ്യാനാണ്? എന്നിട്ടും നമുക്ക് ഇങ്ങനെ വന്നല്ല അച്ചായ. സാരമില്ലടി, അച്ചായ നമുക്കൊന്ന് കാണാൻ പറ്റുമോ അച്ചായ എപ്പോഴെങ്കിലും? നമുക്കേ ഒന്നിച്ച് ഇനി ഒരിടത്ത് നിൽക്കാൻ പറ്റുവാന്നൊരു ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. ആ നമ്മുടെ ഇവിടുത്തെ മാനേജർ അതിന് ശ്രമിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഇവർക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി നിൽക്കണ വേറൊരു സ്ഥലം അങ്ങ് തൃശ്ശൂർ എങ്ങാണ്ട് ഉണ്ട്. അവിടെ അപ്പൊ അത് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടടി. അവർ ചെയ്തു തരുമോ? നമുക്ക് നോക്കാടി. അച്ഛൻ ഇനിയുള്ള കാലത്തെങ്കിലും നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ പറ്റുമോ അതൊന്ന് ശ്രമിക്കണ്ടേ? ഇങ്ങനെ അവിടെ എവിടെയായിട്ട് പിന്നെ മതിയോ? അച്ഛൻ വിഷമിക്കില്ലേ? വിഷമിക്കില്ല അച്ഛൻ. ഇല്ല, കരയണല്ലടി, കരയണല്ല. എന്നാലും നമ്മൾ അമ്പലത്തിന്റെ നടയെ കൊണ്ടൊന്ന് നടതള്ളിയിട്ടിട്ട് പോയില്ലല്ലോ. ഇവിടെയാണെങ്കിൽ 4 നേരം ഭക്ഷണമൊക്കെ കിട്ടുമല്ലോ അച്ഛാ, നമുക്ക് അതൊരു സന്തോഷമല്ലേ? ആരുടെയും കൈ നീട്ടാതെ കഴിഞ്ഞില്ലേ നമുക്ക്. അപ്പൊ അത് കാരണം നല്ല സന്തോഷമാണ്. അവരൊക്കെ നമ്മളെ നന്നായിട്ട് നോക്കണുണ്ട്. പിന്നെ ഒരു സങ്കടമുള്ളു, നമ്മൾ രണ്ടുപേരും 2 സ്ഥലത്താണല്ലോ. അതാണ് എനിക്ക് സങ്കടം. അതെ, അത് ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കൊച്ചൊക്കെ. അച്ഛൻ എന്താ വിളിച്ചത്? കൊച്ചേ, അത് എന്താ കൊച്ചേന്നോ? എത്ര നാളെ അച്ചായ ആ വിളിയൊക്കെ കേട്ടിട്ട്. അച്ഛൻ സ്നേഹം വരുമ്പോഴൊക്കെ എന്നെ കൊച്ചെന്നല്ലേ വിളിക്കരുത്. എനിക്ക് സന്തോഷമായി അച്ചായ, സന്തോഷമായി. പെട്ടെന്ന് കണ്ടാ അത് വന്ന് കൊച്ചേ ഇത് വന്ന്. എപ്പോഴെങ്കിലും കാണാൻ പറ്റും അല്ലേ അച്ചായ? ആ നമുക്ക് ദൈവത്തിനോട് പറയാടി. അച്ചായനിപ്പോ ദൈവത്തിനേക്ക് വിളിക്കുന്നതാ?
ആ അതെ അതെ അതെ, ഇപ്പൊ ദൈവമൊക്കെ ഉണ്ട്. ഏ അമ്മോ, അച്ചായൻ വലിയ പാർട്ടിക്കാരനായിരുന്നല്ല. ഇവിടെ ഞാനാടി എല്ലാവർക്കും പ്രാർത്ഥന ചൊല്ലി കൊടുക്കണത് വൈകുന്നേരം. ആഹാ, അത് കൊള്ളാല. ആ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ചായ. എനിക്ക് ആ പ്രാർത്ഥനയൊക്കെ ഒന്ന് കേൾക്കണം ചായന്റെ. നമുക്ക് ഒന്നിച്ച് ഒരിടത്ത് നിൽക്കാനുള്ളത് ചെയ്തു തരാന്ന് മാനേജർ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അങ്ങേര് ചെയ്യോളുന്ന്. ആ ആ നിനക്ക് സന്തോഷമായില്ലേ? ആ പക്ഷേ മക്കള് മക്കള് നമ്മളെ കൊണ്ടുവന്നാക്കിയതല്ലേ. മക്കളാ? അവര് വരാതെ നമുക്ക് പോകാൻ പറ്റൂലല്ലോ ചായ. മക്കളോടൊക്കെ ഇവര് പറഞ്ഞ് സമ്മതം മേടിക്കും. ശരിയാണ്, അവരാണ് കൊണ്ടുവന്നാക്കിയതെന്നും പറഞ്ഞു ചിലപ്പോ നമുക്ക് പോവാൻ പറ്റൂലല്ലോ. ഹലോ 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 അച്ചായ. ഹലോ 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 ഹലോ